അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സൂനാ ജംഗൽ രാത് അന്ധേരി ഛായി ബദലി കാലി ഹേ സോനെ വാലോ ജാഗത രഹിയോ ചോറോം കി രഖ്വാലി ഹേ. മഹാനായ ഇമാം അഹമ്മദ് റസാ ഖാന്റെ കവിതയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നില്ലേ? എല്ലാവരും പഠിക്കുക, കിട്ടാത്തത് എന്നോട് അന്വേഷിക്കുക, മറ്റുള്ളവരോടും അന്വേഷിക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും പഠിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളെല്ലാവരും പാഠത്തിലേക്ക് പ്രവേശിക്കുക. സൂനാ ജംഗൽ രാത് അന്ധേരി ഛായി ബദലി കാലി ഹേ സോനെ വാലോ ജാഗത രഹിയോ ചോറോं की रखवाली है आंख से काजल सौफ चुराने यामो चोर बजा के हैं तेरी घटरी ताकी है और तूने नींद निकाली है ये जो तुझको बुलाता है ये ठग है मार ही रखेगा हाय मुसाफिर दम में न आना मत कैसी मुतवाली है. ഇത്രയും വരികളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ഇതിന്റെ ബാക്കി നമുക്ക് എല്ലാവർക്കും നോക്കാം. അല്ലേ? എല്ലാവരും കൂടെ ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. सोना पास है सोना बन है सोना जुहर है उठ प्यारे तू कहता है नींद मीठी तेरी मत ही निराली है. സോന സ്വർണ്ണ, സോന പാസ് ഹെ എൻ്റെ അടുത്ത്, നമ്മുടെ അടുത്തുള്ളത് സ്വർണമാണ്, ഈമാനാകുന്നു സ്വർണമാണ് നമ്മുടെ കയ്യിലുള്ളത്. സൂന ബൻ ഹെ നാം ഇപ്പോൾ നിലനിൽക്കുന്നത് വിജനമായ കാട്ടിലാണ്. സൂന എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അർത്ഥം. എന്താണ് അർത്ഥം? വെറാൻ, വിജനമായ. സൂന ബൻ ഹെ വിജനമായ കാടാണ്. സോന ജുഹർ ഹെ വിജനമായ കാട്ടിൽ സ്വർണം കൊണ്ട് നടക്കുന്നയാള് ഇങ്ങനെ അശ്രദ്ധനായിട്ട് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ സോന ജുഹർ ഹെ, എവിടെ ഉറങ്ങൽ അതെന്താകുന്നു? ജുഹർ ഹെ, അത് വിഷമാണ്, വിഷം. ഉഠ് പ്യാരെ, അതുകൊണ്ട് നീ ഉണരു മോനെ, പ്രിയപ്പെട്ടവനെ നീ ഉണരു എന്ന് മഹാനവറുകൾ മനുഷ്യരോട് ഉത്ബോധിപ്പിക്കുകയാണ്. അഥവാ നീ വിജനമായ, നീ പേടിക്കേണ്ട ഈ നിന്റെ ദുനിയാവിലെ ഈ യാത്രയിൽ നീ പേടിയില്ലാതെ അശ്രദ്ധനായി നടക്കുമ്പോൾ നിന്റെ കൂടെയുള്ള ഈമാന് നിന്നിൽ നിന്ന് ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോകുമോ എന്നുള്ളത് നീ പേടിക്കണം എന്ന് മഹാനവറുകൾ ജനങ്ങളോട് ഉത്ബോധിപ്പിക്കുകയാണ്. തൂ കഹത്താ ഹൈ നീന്ത് മീഠി തേരി മത് ഹി നിറാലി ഹേ, നിന്റെ ഇവിടുത്തെ ജീവിതത്തിൽ നീ ഉറങ്ങുമ്പോൾ, നീ ഉറങ്ങിക്കിടക്കുമ്പോൾ അത് നിനക്കൊരു ആഹ്ലാദമായിട്ട്, അതൊരു സന്തോഷമായിട്ട്, ഒരു രസമായിട്ട് നീ അനുഭവിക്കുന്നു എങ്കിൽ തൂ കഹത്താ ഹൈ നീന്ത് മീഠി, നീ പറയുന്നത് എന്താണ്? നിന്റെ ഉറക്കം എന്നുള്ളത് മീഠി, അത് വളരെ രസമുള്ളതാണ് എന്നതൊക്കെ നീ പറയുമ്പോൾ നീ ആലോചിക്കണം. തേരി മത് ഹി നിറാലിഹേ, നിന്റെ ബുദ്ധി, മത്ത് നിന്റെ ബുദ്ധി തന്നെ, നിറാലിഹേ വളരെ അത്ഭുതകരമാണ്, വളരെ ആശ്ചര്യമുണ്ടാക്കി തീർക്കുന്നുണ്ട് നിന്റെ ഈ ഉറക്കം കണ്ടിട്ട് എന്ന് മഹാനവറുകൾ പറയാം. ആംഖേ മൽന ജുജ്ല പഠന ലാഖ ജമായി അങ്കടായി, നിന്റെ ഈ ഉറക്കത്തിൽ നിന്ന്, അശ്രദ്ധയിൽ നിന്ന് നിന്നെ ഉണർത്താൻ വരുമ്പോ ആംഖേ മൽന, നീ കണ്ണു തുറന്നിട്ട് കണ്ണിലേക്ക് പ്രകാശമാകുന്ന ഈ ഈമാന് കടന്നു വരുമ്പോ ആംഖേ മൽന, നീ എന്ത് ചെയ്യുന്നു? കണ്ണ് തിരുമ്പുന്നു. നീ നിന്റെ കണ്ണ് തിരുമ്മിക്കൊണ്ട് എനിക്ക് ആ വെളിച്ചമൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് നീ ഒഴിവാക്കാൻ ശ്രമിക്കാണ്. ജുഞ്ചില പഠന, നീ ദേഷ്യം കളിക്കാണ്. ഇതുവരെ എൻ്റെ ഉറക്കമാണ് എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത്, ഈ വെളിച്ചമൊന്നും എനിക്ക് രസമായി തോന്നുന്നില്ല എന്ന് പറഞ്ഞ് നിന്നെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയവനോട് ജുഞ്ചില പഠന, നീ ദേഷ്യം പിടിക്കുന്നു. ലാഖോ ജമായി അങ്കടായി, എന്നിട്ടും നീ എന്താക്കുന്നു? ധാരാളം, ലാഖോ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് എന്നാണ് അർത്ഥം, ലക്ഷക്കണക്കിന്. ജമായി എന്ന് പറഞ്ഞാൽ കോട്ടുവായിടുന്നു. അങ്കിടായി, നീ നെടുവീർപ്പെടുന്നു. അഥവാ നിനക്ക് ഈ ഉറക്കത്തിൽ നിന്ന് ഇനിയും ഉണരാൻ സമയമായിട്ടില്ല എന്നാണ് നിന്റെ അഭിനയം, നിന്റെ നാട്യം കണ്ടിട്ട് അത്തരത്തിലാണ് തോന്നിക്കുന്നത്. നാമപ്പർ ഉടനെ കേലെടുത്താഹെ, അഥവാ ഉടനെക്കെ നാമപ്പറിലെടുത്താഹെ, നിന്നെ ഉണർത്തി എന്നതിന്റെ പേരിൽ, നീ ഉണർന്നു എന്നതിന്റെ പേരിൽ മറ്റുള്ളവരോട് വഴക്ക് കൂടുന്നു. നാമപ്പർ ഉടനെ കേലെടുത്താഹെ, ഉടനെക്കെ നാമപ്പറിലെടുത്താഹെ, നിന്നെ ഉണർത്തിയതിന്റെ പേരിൽ
നീ മറ്റുള്ളവരോട് വഴക്കു കൂടുന്നു, അഥവാ നിനക്ക് സത്യത്തിന്റെ പാത കാണിച്ചു തന്നു എന്നതിന്റെ പേരിലാണ് നീ മറ്റുള്ളവരോട് വഴക്കു കൂടുന്നത്. ഉഠ്നാഹി കുച്ച് കാലി ഹേ, നീ ഉണരുക അഥവാ നീ സത്യത്തിന്റെ പാതയിലേക്ക് വരിക എന്നത് പോലും കുച്ച് ഗാലി ഹേ, അതുപോലും ഒരു വഴക്ക് പോലെ തോന്നിക്കുന്നു. ഗാലി എന്ന് പറഞ്ഞാൽ വഴക്ക് എന്നാണ് അർത്ഥം. വഴക്ക് പോലെ തോന്നിക്കുന്നുണ്ട്. ജുഗ്നു ചംകെ പത്താ ഖടുക്കെ മുജ് തൻഹാ ദിൽ ധഡ്കെ, ഈ വിജനമായ ഈ കാട്ടിൽ ജുഗ്നു ചംകെ, അവിടെ ചില മിന്നാമിന്നുകളൊക്കെ പ്രകാശിക്കുന്നുണ്ട്. പത്താ ഖടുക്കെ, ഇലകളൊക്കെ പൊഴിയുന്നുണ്ട്, മരത്തിലെ ഇലകളൊക്കെ വീഴുന്നുണ്ട്, ആ വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഖടക്ക എന്ന് പറഞ്ഞാല് ആവാസ് ലഗാന, ഖടക്ക എന്ന് പറഞ്ഞാല് ആവാസ് ലഗാന, അഥവാ ഇലകളൊക്കെ ശബ്ദമുണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇലകളൊക്കെ കൊഴിഞ്ഞു വീണ് അതിന്റെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ആ സമയത്ത് ഏകാന്തനായ എൻ്റെ ഹൃദയം അത് തുടിക്കുകയാണ്, അത് പേടിച്ച് വിറക്കുന്നുണ്ട്. ദിൽ ധടക്കന ബേചീൻ ഹോന, എൻ്റെ ഹൃദയം അത് അസ്വസ്ഥമാവുകയാണ്. എന്തെന്നില്ലാത്ത ഒരു ഭയം എൻ്റെ മനസ്സിലേക്ക് വരുന്നു. ഡർ സംജായി കോയി പവൻ ഹേ, എൻ്റെ മനസ്സിലുള്ള ഭയം കണ്ടിട്ട് തോന്നിപ്പോകുന്നുണ്ട്. കോയി പവൻ ഹേ, വല്ല പ്രേതവും വന്നിട്ടുണ്ടോ, വല്ല പ്രേതവുമാണോ, യാ അഗിയാ ബേതാലി ഹേ, അല്ലെങ്കിൽ വല്ല ഭൂതവും എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് കൊണ്ടാണോ ഇങ്ങനെ പേടി വന്നത് എന്ന് തോന്നിപ്പോകും. ബാദൽ ഗരജെ ബിജ്ലി തടുപ്പേ ധക്സെ കലീജാ ഹോ ജായേ ബൻമെ ഖട്ടാക്കി ഭയാനക് സൂറത്ത് കൈസി കാലി കാലി ഹേ. ബാദൽ ഗരജ്, ഇവിടെ ഇടിപൊട്ടി, ബിജ്ലി തടപ്പേ, ഇടിമിന്നലുകൾ വന്ന്, ധക്സെ കലീജാ ഹോ ജായേ, ആ ഇടിവെട്ടിയ ശബ്ദം കൊണ്ട് കലീജാ ഹോ ജായേ, എൻ്റെ ഹൃദയത്തിലാകെ ഖൗഫ് ഛാ ഗയേ ഹേ, മേരാ ദിൽ മേ മേരെ കലീജാ മേ ഖൗഫ് ഛാ ഗയാ ഹേ, പേടി ഭയം ആകെ പരന്നിട്ടുണ്ട് എൻ്റെ മനസ്സിൽ എന്ന് പറയാണ്. ബൻമേ ഘട്ടാക്കി ഭയാനക് സൂറത്ത് കൈസി കാലി കാലി ഹേ, ദുന്യാവിന്റെ ഭയാനകമായ അവസ്ഥ അത് വിശദീകരിക്കലാണ് മഹാനായ നമ്മുടെ കവിയുടെ ഇമാം അഹമ്മദ് റസാ ഖാന്റെ ഉദ്ദേശമെന്ന് ഇതിന്റെ ഷറഹദായിക്കെ ബഖ്ഷിഷ് എന്നുള്ള ആ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. ബൻമേ ഘട്ടാക്കി ഭയാനക് സൂറത്ത്, കാട്ടിലെ ഇരുണ്ട മേഘം, ഘട്ട എന്ന് പറഞ്ഞാൽ ഇരുണ്ട മേഘത്തിന്റെ ഈ ഭയാനകമായ ഈ അവസ്ഥ, കൈസി കാലി കാലി ഹേ, എത്രമാത്രം കറുത്തിരുണ്ടതാണ് ഈ കറുത്തിരുണ്ട വിജനമായ കാട്, എത്ര പേടി തോന്നിപ്പിക്കുന്നതാണ്, അത്രയും പേടി തോന്നിപ്പിക്കുന്നതാണ് ഈ ദുന്യാവിന്റെ അവസ്ഥ എന്ന് മഹാനവറുകൾ പറയാണ്. പാവമുഠ എൻ്റെ കാലുകൾ എടുത്തു വെച്ചു, ഓർ ഠോക്കർ ഖായി, ഞാന് കാൽ തന്നെ വീഴുകയും ചെയ്തു, എൻ്റെ കാല് തന്നെ വീഴുകയും ചെയ്തു. കുച്ച് സംഭാല, ഒന്നുകൂടെ ശ്രദ്ധിച്ചൊന്ന് കാല് വെച്ചു. ഫിർ ഊന്തേമോ, അങ്ങനെ ഞാൻ മുഖം കുത്തി വീഴുകയും ചെയ്തു. മീനാനെ ഫിസ്ലൻ കർദി ഹേ, ഈ മഴ, ഇവിടെ നല്ല മഴ പെയ്തിട്ടുണ്ട്, ആ മഴ ഫിസ്ലൻ കർദി ഹേ, ഈ വഴികളെല്ലാം, ഫിസ്ലൻ എന്ന് പറഞ്ഞാല് വഴുപ്പ്, നല്ല വഴുതലുള്ളതാക്കി തീർത്തിട്ടുണ്ട്, നല്ല വഴുതൽ ഉള്ള വഴികളാണ് ഇതൊക്കെ. ഓർ ധർത്ത് ഖായി നാലി ഹേ, അങ്ങനെ വഴുതലുള്ള ഈ വഴിയിൽ ഞാൻ വീഴുന്നത്. ഓർ ധർത്ത് ഊര വരെ ഖായി നാലി ഹേ, ഖായി എന്ന് പറഞ്ഞാല് കൊക്ക, വലിയ കുണ്ട്, കുഴി എന്നൊക്കെയാണ് അർത്ഥം. നാലി എന്ന് പറഞ്ഞാലും തോട്, അരുവി എന്നൊക്കെയാണ് അർത്ഥം. അഥവാ ഊര വരെയുള്ള കുഴിയാണ് പിന്നീട് എന്നെ കാത്തിരിക്കുന്നത്, അഥവാ ഖബറാണ് എനിക്ക് പിന്നീട് കാണേണ്ടി വന്നത് എന്നാണ് മഹാനവറുകൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഖായി നാലി എന്ന് പറഞ്ഞാല് ഖബർ കി ഫിക്ർ എന്നാണ് അതിന്റെ ഉദ്ദേശം, അഥവാ ഖബറിന്റെ ചിന്തയാണ് പിന്നീട് നമുക്ക് വരുന്നത്. പാമുഠാവർ ഠോക്കർ ഖായി എന്ന് പറഞ്ഞ ഈ വരികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മള് ധാരാളം തെറ്റുകളെ കൊണ്ട് നിറഞ്ഞ് നമ്മളൊന്ന് എഴുന്നേറ്റ് സൽപാന്താവിലേക്ക് എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിച്ചപ്പോ ഒരു സംഭാല ഊന്തേമോ,
നമ്മൾ മുഖം കുത്തി വീഴുകയാണ്. മീനാനെ ഫിസ്ലൻ കർദി ഹേ, ജീവിതത്തിൽ ഇത്ര കാലം അത്രയും നമ്മൾ ധാരാളം തെറ്റുകൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു നമ്മുടെ ജീവിതം. അതുകൊണ്ട് തന്നെ നമ്മുടെ വഴികളെല്ലാം, ആ തെളിഞ്ഞ വഴികളിലൊക്കെ മഴ വീണ് അവിടെ വഴുപ്പുള്ളതാക്കി തീർത്തിട്ടുണ്ട്, വഴുതലുള്ളതാക്കി തീർത്തിട്ടുണ്ട്. അങ്ങനെ ആ വഴുതലിലൂടെ നമ്മൾ വീണു എങ്ങോട്ടെത്തി? ഖബറിലേക്കെത്തി. നമ്മൾ ഖബറിന്റെ ചിന്തകൾ ഓർക്കേണ്ടതുണ്ട്. ആ കുഴിയാണ് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവേണ്ടത് എന്ന് മഹാനവർകൾ ഈ വരിയിലൂടെ സൂചിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിലാവാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.